ലോകത്തിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒത്തിരി ആളുകൾ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് അവർ എക്സ്ട്രാ ഓർഡിനറി ആയത്. ചിലർ പറയും ഓവർനൈറ്റ് സക്സസ് ആയി, അവരൊക്കെ ഭാഗ്യവാന്മാരാണ്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിനെ ശാസ്ത്രീയമായി വിശദീകരിക്കുന്ന പുസ്തകമാണ് ഹൈ പെർഫോമൻസ് ഹാബിറ്റ്സ്. എന്തുകൊണ്ട് ഹൗ എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾ ബിക്കം ദാറ്റ് വേ, എന്തുകൊണ്ടാണ് അങ്ങനെ ആയത് എന്നാണ് വിശദീകരിക്കുന്നത്. അതാണ് ഹൈ പെർഫോമൻസ് ഹാബിറ്റ്സ്, അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് ഹാബിറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഹൈ പെർഫോമൻസ് ഉണ്ടാകാൻ എന്ത് ഹാബിറ്റാണ് വേണ്ടത്, അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് ആയ ആളുകൾക്ക് വേണ്ട ഹാബിറ്റ് എന്താണ്. ഈ പുസ്തകം ബ്രണ്ടൻ ബച്ചാർഡ് അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം അദ്ദേഹം ഏകദേശം 13-14 വയസ്സിൽ ആക്സിഡന്റ് ഉണ്ടാകുന്നു, ഡിപ്രഷനിലേക്ക് പോകുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ശക്തമായി ഉയർത്തെഴുന്നേറ്റ് ഒരു വലിയ വിജയത്തിലേക്ക് വരുന്നത്. അദ്ദേഹം ഒരു കമ്പനിയിലെ കൺസൾട്ടൻ്റ് ആയിട്ട് ജോലി ചെയ്തു. പിന്നെ അദ്ദേഹം തൻ്റെ പാഷൻ കണ്ടെത്തുകയും ലോകം അറിയപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസറായി മാറുകയും ചെയ്യുമായിരുന്നു. അത് ഈ പുസ്തകത്തിനകത്ത് വായിക്കാൻ സാധിക്കും. വേൾഡിലെ ആദ്യത്തെ 100 ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സ്പീക്കേഴ്സാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചില വീഡിയോകളെല്ലാം 10 കോടിയിലധികം ആളുകൾ വ്യൂ ചെയ്ത വീഡിയോസ് എല്ലാം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കോഴ്സ് എടുത്തത് ഏകദേശം 10 ലക്ഷത്തിന് മുകളിൽ ആളുകളാണ്. അപ്പം അത്രയും അധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ, ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഈ ബ്രണ്ടൻ ബച്ചാർഡ് എന്ന ആൾ. ഇതിൻ്റെ പുസ്തകമാണ് ഹൈ പെർഫോമൻസ് ഹാബിറ്റ്സ്. അത്യാവശ്യം വലിയ ബുക്കാണെങ്കിലും തീർച്ചയായും രസകരമായി വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നമുക്ക് വേണ്ട എക്സസൈസ് ചെയ്യാനായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും വായിക്കുക. ഏതാണ് ഈ ഹൈ പെർഫോമൻസ് ഹാബിറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് ഹൈ പെർഫോമർ ആകണമെങ്കിൽ ഏതെല്ലാം ഹാബിറ്റാണ് ഉണ്ടാകേണ്ടത്. അങ്ങനെ ഒരു 1, 2, 3, 4, 5, 6 ഹാബിറ്റുകളും അദ്ദേഹം വളരെ വിശദമായി പ്രതിപാദിക്കുന്നത്. ഈ 6 ഹാബിറ്റുകളും എങ്ങനെ പ്രാക്ടിക്കലായി നടപ്പിലാക്കാം, അതിലൂടെ എങ്ങനെ വലിയൊരു മാറ്റം കൊണ്ടുവരാമെന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും നമുക്കും ആഗ്രഹം ഉണ്ടാകുമല്ലേ. പല ആളുകളും വിജയിക്കുന്നു, ചില ആളുകൾ പരാജയപ്പെടുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് വിജയിക്കുന്ന ആളുകൾ അങ്ങനെ വിജയിക്കുന്നതെന്ന് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാകും. അതിനുവേണ്ടി പല വീഡിയോകൾ നാം കാണാറുണ്ട്, പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, പല ആളുകളുമായി സംസാരിക്കാറുണ്ട്. പക്ഷെ ഇദ്ദേഹം ഇത്രയും അധികം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകളുമായി സംവദിച്ചതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം ഒരു പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ടൈംലെസ് വിസ്ഡമായിട്ട് അദ്ദേഹം നൽകുന്ന കാര്യമാണ് ഈ ഹൈ പെർഫോമൻസ് ഹാബിറ്റ്സ്. ഈ 6 ഹാബിറ്റിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. 1 ക്ലാരിറ്റി, 2 എനർജി, 3 നെസസിറ്റി, 4 പ്രൊഡക്ടിവിറ്റി, 5 ഇൻഫ്ലുവൻസ്, 6 കറേജ്. ഈ 6 ഹാബിറ്റിലും അദ്ദേഹം ഈ പുസ്തകം വിശദമായിട്ട് പറയുന്നത്. വളരെ വ്യക്തമായി പറഞ്ഞ ഹാബിറ്റ് 1 എന്ന് പറയുന്നത് സീ ക്ലാരിറ്റി, ഹാബിറ്റ് 2 എന്ന് പറയുന്നത് ജനറേറ്റ് എനർജി, ഹാബിറ്റ് 3 എന്ന് പറയുന്നത് റേസ് നെസസിറ്റി, ഹാബിറ്റ് 4 എന്ന് പറയുന്നത് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, ഹാബിറ്റ് 5 എന്ന് പറയുന്നത് ഡെവലപ്പ് ഇൻഫ്ലുവൻസ്, ഹാബിറ്റ് 6 എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേറ്റ് കറേജ്. ഇത് ഈ സോഷ്യൽ ഹാബിറ്റ്സ്, പേഴ്സണൽ ഹാബിറ്റ്സ് ഇങ്ങനെ 2ആയി തിരിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പേഴ്സണലായി നമുക്ക് ചില ഹാബിറ്റുകൾ വേണം, സോഷ്യൽ ആയിട്ടുള്ള ഹാബിറ്റ്സുകളും വേണം. ഈ പുസ്തകത്തിൽ ഉടനീളം പ്രതിപാദിക്കുന്ന എങ്ങനെയാണ് നമുക്ക് വ്യക്തിപരമായി നല്ല ഹാബിറ്റുകൾ ബിൽഡ് ചെയ്യാൻ സാധിക്കുക, അത് ഏതെല്ലാം ഹാബിറ്റുകളാണ്, അത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാര്യം അദ്ദേഹം പറയുന്നതാണ് പ്രോഗ്രസീവ് ഹാബിറ്റ്. പലപ്പോഴും നാം വിചാരിക്കും ഒരു കാര്യം കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആകാൻ സാധിക്കും എന്ന് പറയും. പക്ഷെ അദ്ദേഹം പറയുന്നത് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഗ്രോത്ത്, അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഹാബിറ്റുകളിലൂടെയാണ് നമുക്ക് മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ട് മാറുവാൻ സാധിക്കുള്ളൂ. ഇതിൻ്റെ ഓതർ അദ്ദേഹം കഠിനപ്രയത്നം ചെയ്ത ആളാണ്. പലരും വിജയിക്കുന്നത് കാണുന്നു, പലരും ഏൺ ചെയ്യുന്നത് കാണുന്നു. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ സാധിക്കുന്നില്ല. അതിനുവേണ്ടി അദ്ദേഹം കുറേ കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെയാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഇങ്ങനെ കുറേ അധ്വാനിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ കുറേ കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടോ, അതല്ലെങ്കിൽ 10,000 മണിക്കൂർ ഒരു കാര്യം ചെയ്തതിന് എക്സ്പെർട്ട് ആകുമെന്നെല്ലാം ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല കാരണമെന്നും ഈ ഹാബിറ്റുകൾ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണമെന്നും അദ്ദേഹം മനസ്സിലാക്കുകയും അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയുമാണ്. അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഇൻഡിവിജ്വലായി മാറണം, അതല്ലെങ്കിൽ ഒരു എബോ ആവറേജ്, അല്ലെങ്കിൽ എക്സലൻ്റ്, അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയി മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും പുസ്തകം വായിക്കുക. വളരെയധികം ക്ലാരിറ്റി നൽകുകയും ഒപ്പം തന്നെ ജീവിതത്തിൽ ഒരു 10 ഇരട്ടി മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യുന്ന പുസ്തകമാണത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു മീഡിയോക്കറായി, ഒരു ആവറേജായി, ഒരു സാധാരണ മനുഷ്യരെ റിട്ടയർഡായി ജീവിതം തീരാൻ ആഗ്രഹിക്കുന്നവരാണോ, അതെയോ ഒരു ഇൻഫ്ലുവൻഷ്യലായ ആളായി, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ കുറേയധികം എക്സ്ട്രാ ഓർഡിനറി ആയി ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയ ജീവൻ നയിച്ചുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണ് എങ്കിൽ തീർച്ചയായും പുസ്തകം വായിക്കുക. ദ ഹൈ പെർഫോമൻസ് ഹാബിറ്റ്, ബ്രണ്ടൻ ബച്ചാർഡിൻ്റെ പുസ്തകം തീർച്ചയായും നമുക്ക് പ്രചോദനം നൽകും.
ജീവിതത്തിൽ 10 ഇരട്ടി മാറ്റം ഉണ്ടാക്കട്ടെ. ദിസ് ഡോക്ടർ പോൾ വി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ, സൈനിങ് ഓഫ്.